അദ്ദേഹം ശാസ്ത്രാവബോധം വളർത്തിയെടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചയാളാണ്. ഇന്ത്യയിൽ ധാരാളം നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിനെ മാറ്റി നിർത്തിയാൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ എനിക്ക് തോന്നുന്നു നെഹ്റുവിനോളം സയൻറ്റിഫിക് ടെമ്പറിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത മറ്റൊരു നേതാവ് ഉണ്ടായിട്ടില്ല. അദ്ദേഹം മുന്നോട്ട് വെച്ച ഇത്തരം ആശയങ്ങൾ മുമ്പിൽ വെച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറയുകയുണ്ടായി, നെഹ്റു സെക്യുലറിസത്തെക്കുറിച്ച് വാചാലനാവുന്നതിൽ മാത്രം ഒതുങ്ങിയ ആളല്ല. അദ്ദേഹം സെക്യുലറിസ്റ്റ് മൂല്യങ്ങൾ എങ്ങനെ നടപ്പാക്കും എന്ന് നമുക്ക് കാണിച്ചു തന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പലതും അദ്ദേഹം മതനിരപേക്ഷതയോട് പുലർത്തിയ പ്രതിജ്ഞാബദ്ധതയുടെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ്. ഞാൻ 2-3 ഉദാഹരണങ്ങൾ മാത്രം പറയാം. എങ്ങനെ നെഹ്റു മറ്റു നേതാക്കന്മാരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി 2-3 ഉദാഹരണങ്ങൾ പറയാം. ഒരുപക്ഷെ കഴിഞ്ഞ 76 കൊല്ലത്തിനിടയിൽ ഇന്ത്യയിൽ ജീവിച്ച സെക്യുലർ പക്ഷത്ത് നിൽക്കുന്ന നേതാക്കൾ ആരും ധൈര്യപ്പെടാത്ത രൂപത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്കറിയാവുന്നതുപോലെ അദ്ദേഹം 17 വർഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഉണ്ടായിരുന്നത്. 1947 തൊട്ട് 1964 അദ്ദേഹം അന്തരിക്കുന്നത് വരെ 17 വർഷം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി. അന്ന് പ്രധാനമന്ത്രിയായതിനു ശേഷം 2-3 വർഷം കഴിഞ്ഞപ്പോഴാണ് 1949 ഡിസംബർ 21, 22 അർദ്ധരാത്രിയിൽ ബാബറി മസ്ജിദിൻ്റെ ഉള്ളിൽ അതുവരെ ഇല്ലാത്ത ഒരു രാമവിഗ്രഹം ഒരു ഗൂഢ പദ്ധതിയുടെ ഭാഗമായിട്ട് ആരോ കൊണ്ടുവച്ചത്. അത് സ്വയംഭൂവാണ് എന്ന് അവകാശപ്പെട്ടവരക്കാലത്തുണ്ടായിരുന്നു. ഇക്കാലത്തും അത് സ്വയംഭൂവായിട്ട് ബാബറി മസ്ജിദിൽ പ്രത്യക്ഷപ്പെട്ടതാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നെഹ്റുവിനറിയാമായിരുന്നു അത് സ്വയംഭൂവല്ല, അത് ഏതോ ചില ആളുകൾ കൊണ്ടുവച്ചതാണ് എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം സെക്യുലർ മൂല്യങ്ങളോട് പ്രതിബദ്ധത പുലർത്തുന്ന ആളാണെങ്കിൽ അദ്ദേഹം ആ വിഗ്രഹം പള്ളിയിൽ നിന്ന് എടുത്തു മാറ്റാൻ പറയണം. നെഹ്റു അത് ചെയ്തു. അന്ന് യുണൈറ്റഡ് പ്രോവിൻസ്, ഇപ്പോൾ നമ്മൾ UP എന്ന് പറയുന്ന ഉത്തർപ്രദേശ്, അന്ന് യുണൈറ്റഡ് പ്രോവിൻസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. യുണൈറ്റഡ് പ്രോവിൻസിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി ഗോവിന്ദ വല്ലഭ പാന്തിനെ വിളിച്ച് നെഹ്റു പറഞ്ഞു, ആ വിഗ്രഹം, രാമവിഗ്രഹം ബാബറി മസ്ജിദിൽ നിന്നെടുത്ത് സരയൂ നദിയിൽ എറിയണമെന്ന്. അങ്ങനെ ഒരാവശ്യം മുന്നോട്ട് വെക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ അന്നോ ഇന്നോ ഉള്ള മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ധൈര്യമുണ്ടാകുമോ? കാരണം വിഷയം മതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രാജ്യത്തെ ഏറ്റവും വലിയ മതമായ ഹിന്ദുമതത്തെ പ്രതിനിധാനം ചെയ്യുന്ന ചില ആളുകളായിരിക്കണം ആ വിഗ്രഹം കൊണ്ടുവച്ചത്. എന്നിട്ട് പോലും നെഹ്റു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഒരു നിർദ്ദേശം നൽകി. ആ വിഗ്രഹം എടുത്തു മാറ്റണം, സരയൂ നദിയിൽ എറിഞ്ഞു മാറ്റണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഉദാഹരണം, 1953-54 കാലഘട്ടത്തിൽ, 53-ലാണ് സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം കഴിഞ്ഞു. പുനരുദ്ധാരണം ചെയ്യപ്പെട്ട സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ക്ഷണിക്കപ്പെട്ടു. അന്ന് പ്രധാനമന്ത്രി നെഹ്റു രാജേന്ദ്ര പ്രസാദിനോട് പറഞ്ഞത്, വ്യക്തി എന്ന നിലയ്ക്ക്
താങ്കൾക്ക് ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാം. പക്ഷേ ഇന്ത്യ എന്ന സെക്യുലർ രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻറ്റ് എന്ന നിലയിൽ ഒരു ക്ഷേത്രത്തിൻ്റെ, ഒരു ദേവാലയത്തിൻ്റെ, ഒരു പള്ളിയുടെ, ഒരു ചർച്ചിൻ്റെ, ഒരു ഗുരുദ്വാരയുടെ ഒന്നിൻ്റെയും ചടങ്ങിൽ താങ്കൾ പങ്കെടുക്കാൻ പാടില്ല. അതുകൊണ്ട് സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം കഴിഞ്ഞുള്ള ചടങ്ങിൽ താങ്കൾ പങ്കെടുക്കരുത് എന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹം അഭ്യർത്ഥിച്ചു എന്ന് പറയാം. രാജേന്ദ്ര പ്രസാദ് കേട്ടില്ല. രാജേന്ദ്ര പ്രസാദ് പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ ഈ അഭ്യർത്ഥന മാനിക്കാതെ ആ ചടങ്ങിൽ പങ്കെടുത്തു എന്നത് മറ്റൊരു കാര്യമാണ്. പക്ഷേ സെക്യുലർ മൂല്യങ്ങളോട് പ്രതിജ്ഞാബദ്ധത പുലർത്തുന്നു എന്നതിൻ്റെ പേരിൽ അന്നത്തെ രാഷ്ട്രപതിയോട് പോലും താങ്കൾ ഒരു ദേവാലയത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിച്ച മനുഷ്യനായിരുന്നു ജവഹർലാൽ നെഹ്റു. ഇന്നത്തെ പ്രധാനമന്ത്രി രാമക്ഷേത്രത്തിൻ്റെ പുതുക്കിപ്പണിത അല്ലെങ്കിൽ പുതുതായി നിർമ്മിച്ച രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ ഏറ്റവും വലിയ അതിഥിയായിട്ട് പങ്കെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാണ്. പ്രധാനമന്ത്രി നെഹ്റുവും പ്രധാനമന്ത്രി മോദിയും തമ്മിലുള്ള വ്യത്യാസം. മൂന്നാമത്തെ കാര്യം, നെഹ്റു തൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഒരു ബ്രിട്ടീഷ് പത്രപ്രവർത്തകയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തെ നിശിതമായിട്ട് വിമർശിക്കുന്ന ഒരു ജീവചരിത്രം ഒരു പാശ്ചാത്യ എഴുത്തുകാരൻ തന്നെ രചിക്കുകയുണ്ടായി. ആ പുസ്തകവുമായിട്ട് ഈ ബ്രിട്ടീഷ് പത്രപ്രവർത്തക നെഹ്റുവിൻ്റെ അടുത്ത് വന്നു. അദ്ദേഹവുമായിട്ട് ഒരു അഭിമുഖം നടത്തുന്നതിന് വേണ്ടിയാണ് വന്നത്. ആ അഭിമുഖം നടത്തുമ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ നെഹ്റു പറഞ്ഞത്, തന്നെക്കുറിച്ച് ഇതുവരെ എഴുതപ്പെട്ട ഏറ്റവും നല്ല ഗ്രന്ഥങ്ങളിൽ ഒന്നാണത്. ആ പുസ്തകത്തിൽ നെഹ്റുവിനെ നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട് ഗ്രന്ഥകാരൻ. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പുസ്തകം, എന്നെക്കുറിച്ച് എഴുതിയ ഏറ്റവും നല്ല പുസ്തകം എന്നൊക്കെ പറഞ്ഞ നെഹ്റു പറഞ്ഞു, എനിക്കൊരൊറ്റ പരാതിയാണുള്ളത്. ആ പുസ്തകത്തിൽ ഒരു കാര്യം മാത്രം പരാമർശിക്കുകയുണ്ടായില്ല. ഏതാ കാര്യം? ഞാൻ എൻ്റെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് പ്രധാനമന്ത്രി എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് ഞാൻ കാണുന്നത് 1955-56 കാലഘട്ടത്തിൽ നടപ്പാക്കിയ ഹിന്ദു ബില്ലാണ്, പാസാക്കിയ ഹിന്ദു കോഡ് ബില്ലാണ്, ഹിന്ദു കുടുംബ നിയമ ബില്ലാണ്. അത് ആ പുസ്തകത്തിൽ പരാമർശിക്കപ്പെടുകയുണ്ടായില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഹിന്ദു കോഡ് ബിൽ എന്ന് പറയുന്നത് തൻ്റെ ഏറ്റവും വലിയ നേട്ടമായും സംഭാവനയായും അദ്ദേഹം കരുതി. ഹിന്ദു കോഡ് ബിൽ എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ കുടുംബ നിയമങ്ങളുടെ ക്രോഡീകരണമാണ്. അത് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളായി ഹിന്ദുക്കൾക്കിടയിലെ സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് അവശതകൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ഒരു ബില്ലാണത്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ബില്ലാണത്. ആ ബില്ല് അദ്ദേഹം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തെ എതിർത്ത ഒരുപാട് നേതാക്കന്മാർ രാജ്യത്തുണ്ടായിരുന്നു. പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരല്ല കൂടുതലുണ്ടായിരുന്നത്, സ്വപക്ഷത്തുള്ള ഭരണപക്ഷത്തുള്ള നേതാക്കന്മാർ. ഹിന്ദു കോഡ് ബിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന 1947 തൊട്ടേ ഉണ്ട്, 46 തൊട്ടേ ഉണ്ട്. 1950 സർദാർ വല്ലഭായ് പട്ടേൽ അന്തരിക്കുന്നത്. ബില്ല് കൊണ്ടുവരുന്ന 55-56 കാലഘട്ടത്തിലായിരുന്നു എന്നത് ശരിയാണെങ്കിലും സർദാർ വല്ലഭായ് പട്ടേൽ 1950 ഈ ബില്ല് കൊണ്ടുവരാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ അതിനെ എതിർത്ത നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. എന്ന് പറഞ്ഞാൽ നെഹ്റു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ നേതാവ് അക്കാലത്ത്. നെഹ്റു പ്രധാനമന്ത്രിയും പട്ടേൽ ഉപപ്രധാനമന്ത്രിയുമായിരുന്നു. ആ പട്ടേൽ പോലും എതിർത്ത ബില്ലാണിത്. ഇങ്ങനെ നിയമം കൊണ്ടുവരാൻ പാടില്ല എന്നവർ പറഞ്ഞത്. അതായത് ഹിന്ദു സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന നിയമം കൊണ്ടുവരാൻ പാടില്ല എന്ന പക്ഷക്കാരനായിരുന്നു പട്ടേൽ. പട്ടേൽ മാത്രമല്ല, നമ്മുടെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആ ബില്ലിനെതിരായിരുന്നു.
കോൺഗ്രസ്സിലെ മറ്റ് പ്രമുഖ നേതാക്കന്മാരായ പട്ടാഭി സീതാരാമയ്യ എതിരായിരുന്നു, പുരുഷോത്തം ദാസ് ടാൻഡൻ എതിരായിരുന്നു. അങ്ങനെ രാഷ്ട്രപിതാവായ രാജേന്ദ്ര പ്രസാദും പട്ടാഭി സീതാരാമയ്യയും അതുപോലെ പുരുഷോത്തം ദാസ് ടാൻഡൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സിലെ പ്രമുഖ നേതാക്കന്മാർ എതിർത്തിട്ട് പോലും നെഹ്റു ബില്ലുമായിട്ട് മുന്നോട്ട് പോയി ബില്ല് പാസ്സാക്കി. ഈ 3 ഉദാഹരണങ്ങൾ കാണിക്കുന്നത് നെഹ്റു സെക്യുലറിസത്തെക്കുറിച്ച് വെറുതെ സംസാരിക്കുകയായിരുന്നില്ല എന്നാണ്. അദ്ദേഹം മതനിരപേക്ഷ മൂല്യങ്ങൾ രാഷ്ട്രത്തിൽ എങ്ങനെ നടപ്പാക്കാൻ കഴിയും എന്ന് പരീക്ഷിക്കുകയും ആ പരീക്ഷണത്തിൽ വിജയിക്കുകയും ചെയ്തയാളാണ്. അപ്പോൾ ഹിന്ദു കോഡ് ബിൽ പാസ്സാക്കിയപ്പോൾ അന്ന് അദ്ദേഹത്തോട് കോൺഗ്രസ്സിനകത്ത് തന്നെയുള്ള ചില നേതാക്കന്മാരും കോൺഗ്രസ്സിന് പുറത്തുള്ള ചില നേതാക്കന്മാരും ഉന്നയിച്ചൊരു ചോദ്യമുണ്ട്. ഹിന്ദുക്കളുടെ കുടുംബ നിയമങ്ങൾ മാത്രം പരിഷ്കരിച്ചാൽ മതിയോ? അതായിരുന്നു ചോദ്യം. ഹിന്ദുക്കളുടെ കുടുംബ നിയമങ്ങൾ നിങ്ങൾ പരിഷ്കരിച്ചു, പക്ഷേ ഇവിടെ ഹിന്ദുക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സമുദായമാണ് മുസ്ലിങ്ങൾ. മുസ്ലിങ്ങളുടെ കുടുംബ നിയമങ്ങൾ, വ്യക്തി നിയമങ്ങൾ പരിഷ്കരിക്കേണ്ടതല്ലേ എന്ന ചോദ്യം ഉന്നയിക്കപ്പെടുകയുണ്ടായി. ആ ചോദ്യം ഉന്നയിച്ചപ്പോൾ അതിന് മറുപടി നൽകിയത് നെഹ്റു മറുപടി നൽകി. അതിനേക്കാൾ വ്യക്തമായ രൂപത്തിൽ അന്ന് ആ ചോദ്യത്തിന് മറുപടി നൽകിയത് ഡോക്ടർ അംബേദ്കറാണ്. അംബേദ്കർ പറഞ്ഞു, ഹിന്ദു സമൂഹത്തിനിടയിൽ കുടുംബ നിയമ പരിഷ്കരണം സ്വീകരിക്കാൻ അല്ലെങ്കിൽ സ്വാഗതം ചെയ്യാൻ താല്പര്യമുള്ള ഒരു വലിയ ലിബറൽ പക്ഷമുണ്ട്, ഒരു വലിയ ലിബറൽ മനസ്ഥിതിക്കാരായ ഒരു വലിയ വിഭാഗമുണ്ട്. അതുകൊണ്ട് ഹിന്ദു സമുദായത്തിൽ പെട്ടെന്ന് കുടുംബ നിയമങ്ങൾ പരിഷ്കരിക്കാൻ സാധിക്കും. പക്ഷേ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ അതല്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ 1947 പാകിസ്ഥാൻ നിലവിൽ വന്നതോടുകൂടി ഇന്ത്യയിലെ മുസ്ലിങ്ങളിലെ വലിയൊരു വിഭാഗം പാകിസ്ഥാൻ്റെ ഭാഗമായി. അതായത് ഇന്ത്യയിലെ മുസ്ലിം സമുദായം 2ആയി ഛേദിക്കപ്പെട്ടു. ഇന്ത്യയിൽ അവശേഷിച്ച മുസ്ലിങ്ങളിൽ ലിബറൽ പക്ഷത്ത് നിൽക്കുന്നവർ കുറവായിരുന്നു. കാരണം വരേണ്യ മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷവും പാകിസ്ഥാൻ്റെ ഭാഗമായി മാറി. ഈ വരേണ്യ മുസ്ലിങ്ങളാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പത്തിൽ സ്വീകരിക്കുക, സ്വാഗതം ചെയ്യുക. അവരൊക്കെ പാകിസ്ഥാൻ്റെ ഭാഗമായി മാറി. ഇന്ത്യയിൽ 1947 ഓഗസ്റ്റ് 15 ശേഷം അവശേഷിച്ചവരുടെ കൂട്ടത്തിൽ ലിബറൽ ചിന്താഗതിക്കാരായ മുസ്ലിങ്ങൾ വളരെ ചെറിയ ന്യൂനപക്ഷമായതുകൊണ്ട് അതിപ്പോൾ നടപ്പാക്കാൻ പറ്റില്ല, പക്ഷേ അത് ഭാവിയിൽ നടപ്പാക്കും എന്നായിരുന്നു അന്ന് അംബേദ്കറുടെ മറുപടി. വാസ്തവത്തിൽ ജവഹർലാൽ നെഹ്റു 1964 അന്തരിച്ചിരുന്നില്ലെങ്കിൽ അദ്ദേഹം ഒരു 10 വർഷവും കൂടി ഇന്ത്യയിൽ ജീവിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും അദ്ദേഹം മുസ്ലിം കുടുംബ നിയമങ്ങളും പരിഷ്കരിക്കുമായിരുന്നു എന്ന്. കാരണം 1950കളുടെ അവസാനത്തിൽ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിലെ പുരോഗമനവാദികളായ MC ചഗ്ലയെപ്പോലുള്ള പല നേതാക്കന്മാരും പല ബുദ്ധിജീവികളുമൊക്കെ ഈ നാട്ടിലെ മുസ്ലിങ്ങളുടെ കുടുംബ നിയമവും പരിഷ്കരിക്കേണ്ടതുണ്ട് എന്ന ആവശ്യവുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു. ആ ആവശ്യം അവർ കൂടുതൽ കനപ്പിച്ചു. 1961 പാകിസ്ഥാനിൽ മുസ്ലിം കുടുംബ നിയമം പരിഷ്കരിച്ചപ്പോൾ പാകിസ്ഥാനിൽ അയ്യൂബ് ഖാൻ്റെ കാലത്ത് മുസ്ലിങ്ങൾ അവിടെ നിലവിലുണ്ടായിരുന്ന, ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന അതേ രൂപത്തിലുള്ള മുസ്ലിം വ്യക്തി നിയമം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് കാലോചിതമായി പരിഷ്കരിക്കാൻ അയ്യൂബ് ഖാൻ എന്ന പട്ടാള മേധാവി, പട്ടാള ഭരണാധികാരി പാകിസ്ഥാനിൽ മുന്നോട്ട് വന്നു. അത് ആ നാട്ടിലെ മുസ്ലിങ്ങൾക്കിടയിലെ ഉൽപ്പതിഷ്ണു വിഭാഗത്തിൻ്റെ ആവശ്യമായിരുന്നു. അതുപോലെ ഇന്ത്യയിലും 1960കളുടെ മധ്യത്തിലും തുടർന്നുമൊക്കെ ഇതേ ആവശ്യം ഉന്നയിക്കപ്പെട്ടു. പക്ഷേ അപ്പോഴത്തേക്കും നെഹ്റു മരിച്ചു പോയിരുന്നു. അതുകൊണ്ടാണ് അതില്ലാതായത്. അപ്പോൾ നമ്മളിവിടെ ഈ വിഷയം എന്ന് പറയുന്നത് മതനിരപേക്ഷതയും നെഹ്റുവിയൻ പാരമ്പര്യവും എന്നതാണ്. നെഹ്റുവിയൻ പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഉദ്ദേശിക്കുന്നത് നെഹ്റു മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. മതനിരപേക്ഷതയോട് അദ്ദേഹം കാണിച്ച പ്രതിജ്ഞാബദ്ധത, അതുപോലെ അദ്ദേഹം ശാസ്ത്രാവബോധത്തിന് നൽകിയ പ്രാധാന്യം, ദേശീയതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, സംസ്കാരത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണം, ഇതൊക്കെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഈ നെഹ്റുവിയൻ പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. ആ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം.
മതനിരപേക്ഷതയുടെ ആദ്യം ഞാൻ പറഞ്ഞു, അദ്ദേഹം അതിനോട് കൂറ് പുലർത്തിയ വിധം, അതിൻ്റെ 2-3 ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, ദേശീയതയുമായി ബന്ധപ്പെട്ട, നാഷണലിസവുമായി ബന്ധപ്പെട്ട നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം മതാത്മക ദേശീയത എന്നതല്ല, മതേതര ദേശീയത എന്നതാണ് ഇന്ത്യയുടെ ദേശീയത എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വീക്ഷണം. മതാത്മക ദേശീയത എന്ന ആശയം മുന്നോട്ട് വച്ച ഒരു പ്രബല വിഭാഗം അക്കാലത്തും ഇന്ത്യയിലുണ്ട്, ഇക്കാലത്തുമുണ്ട്. ഈ മതാത്മക ദേശീയത എന്നതുകൊണ്ട് നെഹ്റു ഉദ്ദേശിച്ചത് ഒന്ന്, ഹിന്ദു നാഷണലിസം. ഇന്ത്യൻ ദേശീയത സമം ഹിന്ദു ദേശീയത എന്ന വീക്ഷണം പുലർത്തിപ്പോരുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. ഇന്ത്യൻ ദേശീയത എന്ന് പറഞ്ഞാൽ ഹിന്ദു ദേശീയതയാണ്. അതുപോലെ ദേശീയതയെ മതാത്മകമായിട്ട് കണ്ടത് ഹിന്ദു പക്ഷത്തുള്ളവർ മാത്രമല്ല, മുസ്ലിം പക്ഷത്തുള്ളവരും കണ്ടിരുന്നു. ഉദാഹരണമായിരുന്നു ജിന്ന. മുഹമ്മദ് അലി ജിന്ന ദേശീയതയെ കണ്ടത് എന്താ? മുസ്ലിങ്ങളുടെ ദേശീയത എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ദേശീയതയിൽ നിന്ന് ഭിന്നമാണ്. മുസ്ലിങ്ങൾക്ക് അവരുടേതായ മതാസ്പദമായ ദേശീയതയുണ്ട് എന്ന കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഈ 2 രാഷ്ട്രങ്ങൾക്ക്, ഈ 2 ദേശീയതകൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വിഭജനം അനിവാര്യമാണ്. ഹിന്ദുക്കളുടെ ദേശീയതയും മുസ്ലിങ്ങളുടെ ദേശീയതയും 2ആണ്. മാത്രവുമല്ല, ജിന്ന അക്കാലത്ത് പറയുകയുണ്ടായി, 1947 മുമ്പ് രാജ്യം വിഭജിക്കപ്പെടുന്ന അവസരം സംജാതമായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരോട് നടത്തിയ ഒരു അഭ്യർത്ഥനയുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യ 7 നൂറ്റാണ്ടോളം കാലം ഭരിച്ചത് മുസ്ലിങ്ങളാണ്. ജിന്ന പറഞ്ഞ കാര്യം അത്. ജിന്നക്കത് പറയാം, കാരണം ഉത്തരേന്ത്യ ഭരിച്ചിരുന്ന കുറേ ആ കാലത്ത് മുസ്ലിം രാജവംശങ്ങളാണ്. അപ്പോൾ 7 നൂറ്റാണ്ടോളം കാലം ഇന്ത്യ ഭരിച്ചത് മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ അവർ ഇന്ത്യയെ മുസ്ലിങ്ങൾക്ക് തിരിച്ചേൽപ്പിച്ച് വേണം പോകാൻ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത് നടന്നില്ല, രാജ്യം വിഭജിക്കപ്പെട്ടു. അപ്പോൾ നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ദേശീയത എന്നത് മതേതരമാണ് ദേശീയത എന്നതിന് ഒരുപാട് തെളിവുകളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ ദേശീയത, അതിലെല്ലാ മതങ്ങളുടെയും ദേശീയത അടങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ ഹിന്ദു ദേശീയതയും മുസ്ലിം ദേശീയതയും അതുപോലെ ക്രൈസ്തവ ദേശീയതയും സിഖ് ദേശീയതയും ഒക്കെ അടങ്ങിയ ഒരു കോമ്പസിറ്റ് നാഷണലിസമാണ് ഇന്ത്യയുടെ നാഷണലിസം എന്നതായിരുന്നു നെഹ്റു മുന്നോട്ട് വെച്ച നിരീക്ഷണം. കോമ്പസിറ്റ് നാഷണലിസം അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ മാത്രം ആസ്പദമാക്കിയുള്ള ഒന്നല്ല. ഇതേ വീക്ഷണം തന്നെയാണ് സംസ്കാരത്തിൻ്റെ കാര്യത്തിലും നെഹ്റു മുന്നോട്ട് വെച്ചത്. അതായത് സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ മതാത്മക സംസ്കാരത്തിൻ്റെയും മതാത്മകമല്ലാത്ത സംസ്കാരത്തിൻ്റെയും വീക്ഷണങ്ങളുണ്ട്. മതാത്മക സംസ്കാരത്തിൻ്റെ ആളുകളാണ് പൊതുവിൽ വർഗീയവാദികൾ, മതമൗലികവാദികൾ. അതിപ്പോൾ RSS ആയാലും മുസ്ലിം പക്ഷത്തുള്ള അതുപോലുള്ള സംഘടനകളായാലും അവരൊക്കെ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്, സംസ്കാരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മതാത്മകമായ കാഴ്ചപ്പാടാണ്. അപ്പോൾ മതാത്മകമായ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ ഇപ്പോൾ സംഘപരിവാറിൻ്റെ വീക്ഷണമനുസരിച്ച് ഇന്ത്യയിൽ ഉള്ള സംസ്കാരം ഹിന്ദു സംസ്കാരമാണ്. ആ ഹിന്ദു സംസ്കാരത്തിന് പുറത്തുള്ള വല്ലവരുമുണ്ടെങ്കിൽ അവർ പുറത്ത് നിൽക്കേണ്ടവരാണ്. അവർ ഈ സംസ്കാരത്തിൽ ഉള്ളിൽ നിർത്താൻ കഴിയുന്നില്ല എന്നാണ്, അവർക്ക് കഴിയില്ല എന്നാണെങ്കിൽ അവർ പുറത്ത് നിൽക്കേണ്ടവരാണ്. അതല്ലെങ്കിൽ അങ്ങനെയുള്ളവർ, അതായത് ഹിന്ദു സംസ്കാരത്തിന് വെളിയിൽ നിൽക്കുന്നവർ ഹിന്ദു സംസ്കാരത്തിൽ സംലയിക്കാൻ തയ്യാറാവണം. ഇതായിരുന്നു ആ മതാത്മക സാംസ്കാരിക വീക്ഷണം പുലർത്തിയ ആൾക്കാരുടെ നിലപാട്. ഇപ്പോഴും അത് തന്നെയാണ് നിലപാട്. ഇതേ നിലപാട് മുസ്ലിം പക്ഷത്തുമുണ്ട്. മുസ്ലിങ്ങളുടെ മുസ്ലിം വർഗീയവാദികളുടെയും മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകളുടെയും കാഴ്ചപ്പാടനുസരിച്ച് മുസ്ലിം കൾച്ചർ എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് ഹിന്ദു വർഗീയവാദികൾ പറയുന്നത് പോലെ തന്നെ എക്സ്ക്ലൂഷണറിയാണ്, ഇൻക്ലൂഷണറി അല്ല. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന സംസ്കാരമല്ല. തങ്ങളുടെ സംസ്കാരം മാത്രം, അതിനപ്പുറത്തുള്ള സംസ്കാരത്തെ ഒഴിച്ചു നിർത്തുന്ന രീതി. നെഹ്റു ആ രീതിക്ക് എതിരായിരുന്നു. അദ്ദേഹം ഇൻക്ലൂസീവ് കൾച്ചറും ഇൻക്ലൂസീവ് നാഷണലിസവുമാണ് മുന്നോട്ട് വെച്ചത്. എക്സ്ക്ലൂഷണറി നാഷണലിസത്തെയും എക്സ്ക്ലൂഷണറി കൾച്ചറിനെയും അദ്ദേഹം എതിർത്തു.
ഒഴിച്ചു നിർത്തലല്ല, ഉൾക്കൊള്ളലാണ് വേണ്ടത്. പുറന്തള്ളലല്ല, ഉൾക്കൊള്ളലാണ് വേണ്ടത് എന്ന കാഴ്ചപ്പാടായിരുന്നു നെഹ്റുവിനുണ്ടായിരുന്നത്. ഈ കാഴ്ചപ്പാടിൽ നിന്നാണ് അദ്ദേഹം നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിലേക്ക് വരുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അനേകം ഭാഷകൾ, അനേകം മതങ്ങൾ, അനേകം സംസ്കാരങ്ങൾ ഉള്ള രാജ്യം. ആ രാജ്യത്ത് തീർച്ചയായിട്ടും നാനാത്വമുണ്ട്, ഡിഫറൻസസ് ഉണ്ട്. ആ ഡിഫറൻസസ് ഉണ്ടെങ്കിലും അവിടെ യൂണിറ്റി സാധ്യമാണ്. അങ്ങനെയാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിലേക്ക് നെഹ്റു കടന്നു വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇന്ത്യയെ ഒരു സെക്യുലർ പ്ലൂരൽ രാഷ്ട്രമായിട്ട് പരിവർത്തിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യണം എന്ന് അദ്ദേഹം എഴുതുകയും പ്രസംഗിക്കുകയും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. എങ്ങനെയാണ് ഈ പറയുന്ന ഒരു സെക്യുലർ പ്ലൂരൽ ഇന്ത്യ നിർമ്മിക്കുക? അവിടെ പ്ലൂരലിസത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ബഹുസ്വരത എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ധാരാളമായിട്ട് പറയുന്നൊരു വാക്കായത്. പ്രത്യേകിച്ചും BJP അധികാരത്തിൽ വന്നതിന് ശേഷം ബഹുസ്വരതയെക്കുറിച്ച് സംസാരിക്കാത്ത ബുദ്ധിജീവികളുമില്ല, സാധാരണക്കാരുമില്ല. എല്ലാവരും ബഹുസ്വരതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം മുമ്പ് നമുക്ക് കണ്ണ് നഷ്ടപ്പെടുമ്പോഴാണല്ലോ കണ്ണിൻ്റെ വില അറിയുക. കണ്ണിൻ്റെ വില അറിയുക. അപ്പോൾ ബഹുസ്വരത നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ മതേതരത്വം നഷ്ടപ്പെടുന്നു എന്ന് വരുമ്പോഴാണ് ഈ മതേതരത്വത്തിൻ്റെ വില ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാരറിയുന്നത്. നേരത്തെ 1950കളിലും 60കളിലും 70കളിലും ഒന്നും ഇങ്ങനെ നമ്മൾ അത്ര ഗാഢമായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അത്രയൊന്നും നമ്മൾ ചിന്തിക്കാറുണ്ടായിരുന്നില്ല. കാരണം അത് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ്. നമ്മൾ സെക്യുലറാണ്, നമ്മുടെ രാജ്യം സെക്യുലറാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം പ്ലൂരലാണ് എന്ന ഒരവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവസ്ഥ അതല്ല. ഇപ്പോൾ ബഹുസ്വരത എന്ന് നമ്മൾ പറയേണ്ടി വരുന്നു. അപ്പോൾ ഈ ബഹുസ്വരതയെക്കുറിച്ച് പറയുമ്പോൾ നെഹ്റു ബഹുസ്വരതയെക്കുറിച്ച് 2 കാഴ്ചപ്പാട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് മാക്രോ പ്ലൂരലിസം, 2 മൈക്രോ പ്ലൂരലിസം. മാക്രോ പ്ലൂരലിസം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ബഹുസ്വരത. മാക്രോ പ്ലൂരലിസം എന്ന് പറഞ്ഞാൽ സ്ഥൂല ബഹുസ്വരത. മൈക്രോ പ്ലൂരലിസം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ബഹുസ്വരത. ഈ 2 കാഴ്ചപ്പാട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഈ പറയുന്ന സ്ഥൂല ബഹുസ്വരത അല്ലെങ്കിൽ മൈക്രോ പ്ലൂരലിസം? മൈക്രോ പ്ലൂരലിസം എന്ന് പറയുന്നത് ഇവിടെ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, ബൗദ്ധർ, ജൈനർ, പാർസികൾ ഒക്കെയുണ്ട്. വ്യത്യസ്ത ഭാഷക്കാരുണ്ട്. അവരെയൊക്കെ ഉൾക്കൊള്ളുന്ന അവരുടെ സ്വരവും കൂടി മറ്റുള്ള ഭൂരിപക്ഷത്തിൻ്റെ സ്വരത്തോടൊപ്പം കേൾക്കുന്ന അവസ്ഥയുണ്ടാകുന്ന അവസ്ഥ. അതാണ് ഇപ്പോൾ ബഹുസ്വരത എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് രാഷ്ട്രത്തിൻ്റെ ഉത്തമ താല്പര്യങ്ങൾക്കും സമൂഹത്തിൻ്റെ ഉത്തമ താല്പര്യങ്ങൾക്കും വിധേയമായി ഏത് സ്വരവും പുറപ്പെടുവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പേരാണ് ബഹുസ്വരത എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന മാക്രോ പ്ലൂരലിസം എന്ന് പറയുന്നത് സാധാരണ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ വ്യത്യസ്ത ഭാഷക്കാർ അവർക്കൊക്കെ ഈ അവരുടെ വീക്ഷണങ്ങളും അവരുടെ ശബ്ദങ്ങളും പ്രകടിപ്പിക്കുവാനുള്ള മുന്നോട്ട് വെക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പേരാണ് ബഹുസ്വരത എന്നത്. അതിനപ്പുറം ഒരു വിഭാഗത്തിനകത്ത് തന്നെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ശബ്ദവും കൂടി പുറപ്പെടുവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പേര് കൂടിയാണ് ബഹുസ്വരത എന്ന് നെഹ്റു പറയുകയുണ്ടായി. അതാണ് മൈക്രോ പ്ലൂരലിസം. ഉദാഹരണത്തിന് ഹിന്ദുക്കൾക്കിടയിൽ അനേകം ജാതികളുണ്ട്, മുസ്ലിങ്ങൾക്കിടയിൽ അനേകം ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഓരോ മതവിഭാഗത്തിനകത്തുമുള്ള വ്യത്യസ്ത ഗ്രൂപ്പുകൾക്ക് അവരുടെ വീക്ഷണം പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന അവസ്ഥയാണ് മൈക്രോ പ്ലൂരലിസം എന്ന് പറയുന്നത്. ആ പ്ലൂരലിസം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു സമുദായം അംഗീകരിക്കുന്നില്ല. സമുദായം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മൗലവി ചേകനൂർ കൊല്ലപ്പെടേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു. മൗലവി ചേകനൂർ കൊല്ലപ്പെട്ട എന്തുകൊണ്ടാണ്? മൗലവി ചേകനൂർ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ സ്വരം മുസ്ലിം സമുദായത്തിനകത്ത് പുറപ്പെടുവിച്ച വ്യക്തിയാണ്. ആ വ്യത്യസ്തമായ സ്വരം അല്ലെങ്കിൽ ബഹുസ്വരത സമുദായത്തിനകത്ത് അനുവദിക്കുവാൻ ആ സമുദായത്തിലെ പ്രബല വിഭാഗം കൂട്ടാക്കാതിരുന്നതുകൊണ്ടാണ് അവർക്ക് അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്യേണ്ടി വന്നത്. അങ്ങനെ ഇത് എല്ലാ സമുദായത്തിലുമുണ്ട്. അപ്പോൾ ബഹുസ്വരതയുടെ കാര്യത്തിൽ ആ കാഴ്ചപ്പാടായിരുന്നു നെഹ്റു മുന്നോട്ട് വച്ചിരുന്നത്. ഇന്ന്
നമ്മുടെ രാജ്യം 76 വർഷത്തിന് ശേഷം, ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ഇവിടെ പ്രസംഗിച്ച നേരത്തെ ആൾക്കാരും പറഞ്ഞു, അവസാനം പ്രസംഗിച്ച വ്യക്തിയൊക്കെ പറഞ്ഞു, വളരെയധികം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. അതായത് BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല, പക്ഷേ അവർക്ക് ഒരു മുന്നണി എന്ന നിലക്ക് ഭരിക്കാൻ കഴിയുന്നു. എന്നാലും നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് BJP താഴോട്ട് പോയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. 1964 നെഹ്റു അന്തരിച്ചതിന് ശേഷം നമ്മൾ ഇന്ത്യയിലെ സെക്യുലറിസത്തെ എങ്ങനെയാണ്, നമ്മുടെ സെക്യുലർ പാർട്ടികൾ സെക്യുലറിസത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്? അവർ സെക്യുലർ മൂല്യങ്ങളോട് നെഹ്റുവിനെ പോലെ പ്രതിജ്ഞാബദ്ധത പുലർത്തിയോ? നെഹ്റുവിയൻ പാരമ്പര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, നെഹ്റുവിയൻ ട്രഡീഷനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നെഹ്റുയിസത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നെഹ്റുവിയൻ ഐഡിയോളജിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നെഹ്റു മുന്നോട്ട് വെച്ചതുപോലെ അദ്ദേഹം മുന്നോട്ട് വെച്ച മൂല്യങ്ങളോട് അദ്ദേഹം പ്രകടിപ്പിച്ചതുപോലുള്ള പ്രതിബദ്ധത പിൽക്കാലത്ത് നമ്മുടെ നാട്ടിലെ സെക്യുലർ പാർട്ടികളുടെ നേതാക്കന്മാർ പുലർത്തിയോ എന്ന ചോദ്യമുണ്ട്. ഞാൻ ഈ കാര്യം പറയാൻ ഒരു പ്രധാന കാരണമുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തെ, രാഷ്ട്രീയ ചരിത്രത്തെ സാധാരണഗതിയിൽ നെഹ്റുവിയൻ കാലഘട്ടം, നെഹ്റു അനന്തര കാലഘട്ടം എന്നിങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്. 1947 തൊട്ട് 64 വരെയല്ല, ഏതാണ്ട് 70-75 വരെയൊക്കെയുള്ള കാലഘട്ടത്തെ നമ്മൾ സാധാരണ പറയുക നെഹ്റുവിയൻ കാലഘട്ടം എന്നാണ്. കാരണം 64 നെഹ്റു അന്തരിച്ചുവെങ്കിലും അതിനുശേഷം വന്ന നേതാക്കന്മാർ, കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഏറെക്കുറെ, പൂർണ്ണമായിട്ടല്ലെങ്കിലും ഏറെക്കുറെ നെഹ്റുവിൻ്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുകയും അത് ഒരു പരിധി വരെയെങ്കിലും ആ ആശയത്തോട് കൂറുപുലർത്തുകയും ഒക്കെ ചെയ്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് നെഹ്റുവിയൻ കാലഘട്ടത്തെ 1947 തൊട്ട് 70 വരെയോ ഒക്കെ നമുക്ക് നീട്ടിക്കൊണ്ടുപോകാമെന്ന് പറയുന്നത്. പക്ഷേ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തെ, രാഷ്ട്രീയ ചരിത്രത്തെ മറ്റൊരു വിധത്തിൽ നമുക്ക് വിഭജിക്കാവുന്നതാണ്. അത് 1985 മുമ്പുള്ള ഇന്ത്യ, 1985 ശേഷമുള്ള ഇന്ത്യ എന്ന നിലക്കാണ്. 1985 സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ടൊരു വർഷമാണ്. ഇന്ത്യൻ മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെട്ട, അല്ലെങ്കിൽ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ശക്തി പരീക്ഷിക്കപ്പെട്ട വർഷമാണ് 1985 എന്ന് പറയുന്നത്. ഒരുപക്ഷെ എല്ലാവരും ഓർക്കുന്നത് പോലെ 1985 ഒരു ഐതിഹാസിക വിധി വന്നു സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഷാബാനു ബീഗം കേസാണ്. ഷാബാനു ബീഗം കേസിൽ 1985 ഏപ്രിൽ 23 സുപ്രീം കോടതി വിധി പറഞ്ഞു. ആ വിധിയിൽ കോടതി പറഞ്ഞത്, വിവാഹമുക്തയായ മുസ്ലിം സ്ത്രീക്ക് ജീവനാംശം ലഭിക്കാൻ, മുൻ ഭർത്താവിൽ നിന്ന് ജീവനാംശം ലഭിക്കാൻ അർഹതയുണ്ട് എന്നതാണ്. ഏറ്റവും സ്വാഗതാർഹമായൊരു വിധിയായിരുന്നു അത്, ഏറ്റവും പുരോഗമനാത്മകമായൊരു വിധിയായിരുന്നു അത്. ആ വിധിയെ സ്വാഗതം ചെയ്യേണ്ടത് ആരാണ്? ആ വിധിയെ സ്വാഗതം ചെയ്യുന്നത് രാജ്യത്തെ സെക്യുലർ പാർട്ടികളാണ്. സെക്യുലർ പാർട്ടികൾ പലതും ആ വിധിയെ സ്വാഗതം ചെയ്തു. പിന്നെ ആ വിധി നടപ്പാക്കപ്പെടേണ്ടതാണ് എന്ന രൂപത്തിലുള്ള പല അഭിപ്രായ പ്രകടനങ്ങളുമുണ്ടായി. പല പത്രങ്ങളും എഡിറ്റോറിയൽ എഴുതി ആ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട്. പക്ഷേ ഞാൻ നെഹ്റുവിൻ്റെ പാർട്ടി കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, വിമർശിക്കുക എന്നല്ല. പക്ഷേ ആത്മപരിശോധന ആവശ്യമാണ് എന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. നെഹ്റുവിൻ്റെ പാർട്ടി 1985 ആ വിധിയെ സ്വാഗതം ചെയ്തില്ല എന്ന് മാത്രമല്ല, ആ വിധിയെ മറികടക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക നിയമം, മുസ്ലിം വനിതാ നിയമം എന്നതിൽ കൊണ്ടുവരികയും ചെയ്തു. നെഹ്റു പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഭരണഘടനാ മൂല്യങ്ങളും മതങ്ങളുടെ നിയമങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാവുമ്പോൾ മതേതര ഭരണകൂടം ഭരണഘടനാ മൂല്യങ്ങളോടൊപ്പമാണ് നിൽക്കേണ്ടത്, അല്ലാതെ മതനിയമങ്ങളോടൊപ്പമല്ല എന്ന്. ഇവിടെ നെഹ്റുവിൻ്റെ ആ നിരീക്ഷണം വിസ്മരിച്ചുകൊണ്ടാണ്
1985 ഏപ്രിൽ 23 വിധി മറികടക്കാൻ വേണ്ടി 1986 ഫെബ്രുവരിയിൽ മുസ്ലിം വനിതാ നിയമം പാസ്സാക്കപ്പെട്ടത്. അത് നെഹ്റുവിയൻ മൂല്യങ്ങൾക്കെതിരായിട്ടുള്ള ഒന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തെ 1985 മുമ്പുള്ള ചരിത്രമെന്നും 85 ശേഷമുള്ള ചരിത്രമെന്നും വിഭജിക്കാവുന്നതാണ്. 1985 വരെ നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷ വർഗീയതയുടെ അവസ്ഥ എന്തായിരുന്നു? BJPക്ക് 1984 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ കിട്ടിയത് 2 സീറ്റാണ് ലോക്സഭയിൽ, വെറും 2 സീറ്റ്. പിന്നീടാണ് 85 വിധി വരുന്നത്. ആ വിധി വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ മുസ്ലിം വർഗീയവാദികൾ ആ വിധിക്കെതിരെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദം, മുസ്ലിം വ്യക്തി നിയമം എന്നത് അല്ലെങ്കിൽ ശരീഅത്ത് എന്നത് മുസ്ലിങ്ങളുടെ മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നും മുസ്ലിങ്ങളുടെ മതവിശ്വാസത്തിൽ ഇടപെടാൻ രാജ്യത്തെ മതേതര കോടതികൾക്ക് അവകാശമില്ല എന്നുമായിരുന്നു. അങ്ങനെ ഒരു വിധി, അങ്ങനെ ഒരു അതിനുവേണ്ടി അവർ പ്രക്ഷോഭം നടത്തി, പല സമ്മേളനങ്ങൾ നടത്തി, പലതും നടത്തി. അങ്ങനെയൊന്ന് നെഹ്റുവിൻ്റെ കാലത്താണ് നടത്തുന്നതെങ്കിൽ അദ്ദേഹം നൽകുന്ന മറുപടി എന്തായിരിക്കും? അദ്ദേഹം നൽകുന്ന മറുപടി ഞാൻ നേരത്തെ പറഞ്ഞ മറുപടിയായിരിക്കും. അതായത് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളും മതനിയമങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാകുമ്പോൾ ഭരണകൂടം നിലകൊള്ളേണ്ടത് ഭരണകൂട മൂല്യങ്ങളോടൊപ്പമാണ്, അല്ലാതെ മതനിയമങ്ങളോടൊപ്പമല്ല എന്നതായിരിക്കും. പക്ഷേ ആ സമീപനം അന്ന് സ്വീകരിക്കപ്പെട്ടില്ല. 85 ശേഷം പിന്നീട് പടിപടിയായി നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷ വർഗീയത കനക്കുകയായിരുന്നു. ലോക്സഭയിൽ അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടി. അവസാനം 1997-98 കാലഘട്ടമായപ്പോഴത്തേക്കും ഒറ്റയ്ക്കല്ലെങ്കിലും ഒരു കൂട്ടുമന്ത്രിസഭയുണ്ടാക്കി BJPക്ക് ഭരിക്കാനുള്ള അവസ്ഥ നമ്മുടെ നാട്ടിൽ സംജാതമായി. 1998 2014 BJPക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടി. 2019 കൂടുതൽ ഭൂരിപക്ഷം കിട്ടി. 2024 തൽക്കാലം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓർക്കേണ്ട കാര്യം, ഇവിടെ BJP എന്ന് പറയുന്ന ഹൈന്ദവ വർഗീയതയെ വളർത്തിയതിൽ നമ്മുടെ സെക്യുലർ പാർട്ടികൾക്ക് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച കാരണം അവർക്കതിലൊരു പങ്കില്ലേ എന്നതാണ്. പങ്കുണ്ട് എന്ന് സമ്മതിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആത്മപരിശോധന നടത്തണം. പക്ഷെ നടത്തിയോ? ഇല്ല. 2018 മറ്റൊരു ഐതിഹാസികമായ സുപ്രീം കോടതി വിധിയുണ്ടായി. 2018 സെപ്റ്റംബറിലായിരുന്നു എന്നാണ് ഓർമ്മ. 2018 സെപ്റ്റംബറിലാണ് ശബരിമല വിധി വന്നത്. ഭൂരിപക്ഷ വിധി പ്രകാരം ശബരിമലയിൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് 14-ാം ഭരണഘടനയുടെ 14, 15, 19, 25 വകുപ്പുകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ആ വിധി പ്രസ്താവിച്ചത്. എവിടെ നിൽക്കണം സെക്യുലർ പാർട്ടികൾ? ഇടതുപക്ഷത്തും വലതുപക്ഷത്തുമുള്ള പാർട്ടികൾ എന്താ ചെയ്തത്? ആ വിധിയോടൊപ്പം നിന്നില്ല. വിധിയോടൊപ്പം നിന്നവർ പിന്നീട് പിന്മാറി. ആ വിധിയോടൊപ്പം നിൽക്കണമായിരുന്നു. കാരണം ഇവിടെയും പ്രശ്നം എന്താ? ഒരു ഭാഗത്ത് മതനിയമങ്ങൾ, മറുഭാഗത്ത് ഭരണഘടനാ മൂല്യങ്ങൾ. ഭരണഘടനാ മൂല്യങ്ങൾക്കാണോ പ്രാധാന്യം അതോ മതനിയമങ്ങൾക്കാണോ പ്രാധാന്യം എന്ന ചോദ്യമാണ് അവിടെയും ഉയർത്തപ്പെട്ടത്. മതനിയമങ്ങൾക്കല്ല, ഭരണഘടനാ മൂല്യങ്ങൾക്കാണ് പ്രാധാന്യമെന്ന് പറയേണ്ടതുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ മതേതര മൂല്യങ്ങളോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ നെഹ്റുവിയൻ മൂല്യങ്ങളോടൊപ്പം നിൽക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയുക. നാം നെഹ്റുവിയൻ മൂല്യങ്ങളിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ചു പോയി. അത് ഏത് പാർട്ടി, ഏത് സെക്യുലർ പാർട്ടിയായാലും നെഹ്റുവിയൻ മൂല്യങ്ങളെ മുറുകെ പിടിക്കുവാൻ തയ്യാറുള്ള സെക്യുലർ പാർട്ടികൾ ഇന്ന് രാജ്യത്തില്ല എന്നതാണ് അവസ്ഥ. അതുകൊണ്ട് ഇപ്പോൾ എങ്ങോട്ടാണ് രാജ്യം പോകുന്നത്? സെക്യുലർ ഡെമോക്രസിയെക്കുറിച്ചാണ് നെഹ്റു സംസാരിച്ചു കൊണ്ടിരുന്നത്, സെക്യുലർ പ്ലൂറൽ ഡെമോക്രസിയെക്കുറിച്ച്. ഇപ്പോൾ നമ്മുടെ നാട് സെക്യുലർ ഡെമോക്രസിയിൽ നിന്ന് എത്നിക് ഡെമോക്രസിയിലേക്ക് പതുക്കെ ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്നിക് ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു പുതിയ സങ്കല്പമാണ്. ആ സങ്കല്പം മുന്നോട്ട് വച്ച പ്രധാനപ്പെട്ട ഒരു ഇൻ്റലക്ച്വലാണ് ഇസ്രായേലി സോഷ്യോളജിസ്റ്റ് ആയ, ഇസ്രായേലി സാമൂഹിക ശാസ്ത്രജ്ഞനായ സാമി സ്മുഹ. സാമി സ്മുഹ ഇസ്രായേലി
സോഷ്യലിസ്റ്റാണ്. അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച എത്നിക് ഡെമോക്രസി, അദ്ദേഹം മാത്രമല്ല വേറെ പലരും ഇതേ ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എത്നിക് ഡെമോക്രസിയാണ് ഇസ്രായേലിലുള്ളത്. ഇസ്രായേലിൽ എന്താണുള്ളതെന്ന് നമുക്കറിയാമല്ലോ. ഇസ്രായേലിൽ അവിടെ ജൂത ഫണ്ടമെൻ്റലിസ്റ്റുകളാണ് രാജ്യം ഭരിക്കുന്നത് എത്രയോ കാലമായിട്ട്. ഇവിടെ ഹിന്ദു ഫണ്ടമെൻ്റലിസ്റ്റ് രാജ്യം ഭരിക്കാൻ തുടങ്ങിയത്, വ്യക്തമായിട്ട് രാജ്യം ഭരിക്കാൻ തുടങ്ങിയത് 2014 ശേഷം മാത്രമാണ്. അതിനു മുമ്പ് 98 വാജ്പേയി ഒക്കെ വന്നിട്ടുണ്ട് ശരിയാണെങ്കിലും അവർക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടുന്നത് 2014 മാത്രമാണ്. പക്ഷേ ഇസ്രായേലിൽ ചിരകാലമായിട്ട് രാജ്യം ഭരിക്കുന്നത് ജൂത ഫണ്ടമെൻ്റലിസ്റ്റുകളാണ്. അവിടെ എത്നിക് ഡെമോക്രസിയാണ് ഉള്ളത് എന്ന് സാമി സ്മുവ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ എങ്ങനെയാണ് വിശദീകരിച്ചത്? ഈ എത്നിക് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ പേരിൽ ഡെമോക്രസിയുണ്ട്, പക്ഷേ ഫലത്തിൽ ഡെമോക്രസി ഇല്ല. അത് എത്നിക് ഓട്ടോക്രസിയാണ്, വംശീയ ജനാധിപത്യം എന്നാണ് പറയുക എത്നിക് ഡെമോക്രസി. പക്ഷേ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് വംശീയമായിട്ടുള്ള ഏകാധിപത്യമാണ്. വംശീയ ഏകാധിപത്യം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു രാജ്യത്തെ ഭൂരിപക്ഷ വംശമേതോ ആ വംശത്തിന് മാത്രമേ അവിടെ സ്വന്തം രാജ്യമാണ് തങ്ങളുടേത്, തങ്ങളുടെ രാജ്യമാണ് അത് എന്ന് അവകാശപ്പെടാൻ ആ വിഭാഗത്തിന് മാത്രമേ കഴിയൂ. അവിടെ ഏത് തരത്തിലുള്ള ഭരണം വേണമെന്ന് നിശ്ചയിക്കാനും ആ വിഭാഗത്തിന് മാത്രമേ കഴിയൂ. അപ്പോൾ ഇസ്രായേലിലുള്ള ജൂതർക്ക് മാത്രമാണ് അവിടെ ഏത് തരത്തിലുള്ള ഭരണം വേണമെന്ന് നിശ്ചയിക്കാനുള്ള അധികാരമുള്ളത്. അതുകൊണ്ട് അവിടെയുള്ളത് ജൂത സ്വേച്ഛാധിപത്യമാണ്. എത്നിക് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അവിടെ നിലനിൽക്കുന്ന അതാണ് സാമി സ്മുവ പറഞ്ഞത്. അത് തന്നെയാണ് ഇറാനിൽ നിലനിൽക്കുന്നത്. ഖൊമൈനി വന്നതിന് ശേഷം ഇറാനിൽ സ്ഥാപിക്കപ്പെട്ടതും എത്നിക് ഡെമോക്രസിയാണ്. ഭൂരിപക്ഷ മതമാണ് അവിടെ പ്രശ്നം. ഇപ്പുറത്തെ ഭൂരിപക്ഷ മതം തന്നെ അല്ലെങ്കിൽ ഭൂരിപക്ഷ വംശം തന്നെ അത് ജൂതർ, അവരുടെ ആധിപത്യമാണ് ഇസ്രായേലിലെങ്കിൽ ഇറാനിൽ ആയത്തുള്ള ഖൊമൈനിയുടെ സോക്കോൾഡ് വിപ്ലവം എന്ന് പറയുന്ന ആ സാധനത്തിന് ശേഷം അവിടെ വന്ന എന്താ? ഷിയ ഭൂരിപക്ഷമാണ് ഇറാനിലുള്ളത്. ആ ഷിയ മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷത്തിന് മാത്രമേ അവിടെ അധികാരത്തിൽ ഇരിക്കാൻ പറ്റൂ എന്ന ഒരു ധാരണയും അത് വെച്ചുള്ള ഭരണക്രമവുമാണ് അവിടെയുള്ളത്. ഇതാണ് അഫ്ഗാനിസ്ഥാനിലുള്ളത്. ഇപ്പോൾ ഇത് തന്നെയാണ് എർഡോഗൻ തുർക്കിയിൽ അധികാരത്തിലേറിയതിനു ശേഷം അവിടെയുള്ളത്. അത് തന്നെയാണ് 2014 തൊട്ട് വളരെ വ്യക്തമായിട്ട് നമ്മുടെ നാട്ടിൽ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ വംശീയ ജനാധിപത്യത്തിലേക്ക് അവർ പതുക്കെ കൊണ്ടുപോവുകയാണ്. നേരത്തെ അവതരിപ്പിക്കപ്പെട്ട വിഷയമുണ്ടല്ലോ, ഈ പാഠ്യപദ്ധതിയും ചരിത്രവുമൊക്കെ, ചരിത്രത്തിൻ്റെ വക്രീകരണം ഒക്കെ അതിനു വേണ്ടിയാണ്. ചരിത്രത്തെ വക്രീകരിക്കുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ BJP അല്ലെങ്കിൽ RSS അല്ലെങ്കിൽ സംഘപരിവാർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന നേതാവാരാണ്? മറ്റാരുമല്ല, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി അവർക്ക് സ്വീകാര്യനാണ്. വല്ലഭായ് പട്ടേൽ അതിനേക്കാൾ സ്വീകാര്യനാണ്. അതുപോലെ ഇവിടെ പ്രഭാകർ പറയുകയുണ്ടായി, സുഭാഷ് ചന്ദ്രബോസിനെ, ഭഗത് സിംഗിനെ, അതുപോലുള്ള ആൾക്കാരൊക്കെ അവർ കോപ്റ്റ് ചെയ്യുന്നു. കാരണം അവരെയൊക്കെ അവർക്ക് സ്വീകരിക്കാം, പക്ഷെ നെഹ്റുവിനെ സ്വീകരിക്കാൻ പറ്റില്ല. കാരണം നെഹ്റുവാണ് സെക്യുലർ ഡെമോക്രസി എന്ന ആശയം. നെഹ്റുവിന് ഒരു ഐഡിയോളജി ഉണ്ടായിരുന്നു, അതാണ് നെഹ്റുയിസം. പട്ടേലിന് അതില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ ഐഡിയോളജി എന്ന വാസ്തവത്തിൽ നെഹ്റുയിസം ആയിരിക്കണം. നെഹ്റുയിസമാണ് കോൺഗ്രസിൻ്റെ ഐഡിയോളജി എങ്കിൽ, കാരണം നമുക്ക് ഒരു ഐഡിയോളജിയെ മറ്റൊരു ഐഡിയോളജി കൊണ്ട് മാത്രമേ നേരിടാൻ കഴിയൂ. ഒരു പ്രത്യയശാസ്ത്രത്തെ നമുക്ക് മറ്റൊരു പ്രത്യയശാസ്ത്രം കൊണ്ട് നേരിടാൻ കഴിയൂ. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ കോൺഗ്രസ്സുകാർക്ക് നേരിടണമെങ്കിൽ അവർക്കൊരു ഐഡിയോളജി വേണം. ആ ഐഡിയോളജിയാണ് നെഹ്റുയിസം, നെഹ്റുവിയൻ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ആ ഐഡിയോളജി ഇല്ലാത്ത ഒരവസ്ഥ മുതലെടുത്തുകൊണ്ട് ഇവിടെ സംഘപരിവാറൊക്കെ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി അവർ ചരിത്രത്തെ വർഗീകരിക്കുമെന്ന് പറയേണ്ട. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ചരിത്രത്തെ വർഗീകരിക്കുന്ന വിഷയം നെഹ്റുവും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ വായിച്ചാലും അദ്ദേഹത്തിൻ്റെ മറ്റ് പുസ്തകങ്ങളോ അല്ലെങ്കിൽ പ്രബന്ധങ്ങളോ വായിച്ചാലോ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഉണർത്തിപ്പോകുന്നൊരു കാര്യമുണ്ട്. ഇവിടെ മുസ്ലിങ്ങൾ നാട് ഭരിച്ചു എന്ന് പറയാറുണ്ടല്ലോ ചരിത്രകാരന്മാർ പലരും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ മുസ്ലിങ്ങൾ നാട് ഭരിച്ചപ്പോൾ, അതായത് മധ്യകാല ഇന്ത്യയിൽ ഹിന്ദുക്കൾ മുസ്ലിങ്ങളാൽ, മുസ്ലിം ഭരണകർത്താക്കളാൽ, മുസ്ലിം രാജാക്കന്മാരാൽ അതിക്രൂരമായി ദ്രോഹിക്കപ്പെട്ടു, അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു, മർദ്ദിക്കപ്പെട്ടു, അതിക്രൂരമായി ചൂഷണം ചെയ്യപ്പെട്ടു.
എന്ന ഒരാശയമാണ് അവർ പ്രക്ഷേപിക്കുന്നത്. ആ ആശയം ശരിയല്ല എന്ന് പറയുക മാത്രമല്ല, ഇവിടെ മധ്യകാല ഇന്ത്യയിൽ മുസ്ലിങ്ങളൊക്കെ ഏകോദര സഹോദരന്മാരെ പോലെ വർത്തിച്ചു എന്നാണ് മറുപക്ഷത്തുള്ള ചരിത്രകാരന്മാർ പറയുന്നത്. അതായത് സംഘപരിവാറിൻ്റെയും അല്ലെങ്കിൽ അതുപോലെ ചിന്തിക്കുന്ന ആൾക്കാരുടെയും ഈവൻ ബ്രിട്ടീഷുകാർ പോലും അങ്ങനെയാണ് ചരിത്രം എഴുതിയത്. അങ്ങനെയല്ല എന്ന് നെഹ്റു സ്ഥാപിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സ്ഥാപിച്ചത്? അദ്ദേഹം പറയുകയുണ്ടായി 1206 തൊട്ട് 1526 വരെയുള്ള 20 വർഷം 2006 തൊട്ട് AD 2006 തൊട്ട് AD 326 വരെയുള്ള 320 വർഷം ഡൽഹി സുൽത്താൻമാരാണ് ഉത്തരേന്ത്യ ഭരിച്ചത്. ഡൽഹി സുൽത്താൻമാരെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെല്ലാവരും, പക്ഷേ അവർ 5 വംശത്തിൽപ്പെട്ടവരായിരുന്നു. വ്യത്യസ്തമായ 5 വംശത്തിൽ. ആദ്യത്തെ വംശം മംലൂക്ക് വംശമാണ്. 1206 ഡൽഹി ആസ്ഥാനമായിട്ട് ഭരണം സ്ഥാപിക്കുന്നത് മംലൂക്ക് വംശത്തിൽപ്പെട്ട മുസ്ലിം സുൽത്താൻമാരാണ്. അതിനുശേഷം അവിടെ ഖിൽജി വംശം വന്നു. ഖിൽജി വംശത്തിന് ശേഷം തുഗ്ലക്ക് വംശം വന്നു. ഇതൊക്കെ മുസ്ലിങ്ങൾ തന്നെയാണ്. തുഗ്ലക്ക് വംശത്തിന് ശേഷം സയ്യിദ് വംശം വന്നു. അതിനുശേഷം അവിടെ ലോഡി വംശം വന്നു. അതായത് 5 അടിമവംശങ്ങൾ അല്ലെങ്കിൽ അടിമവംശങ്ങൾ എന്ന് അറിയപ്പെടുന്നത് മുസ്ലിങ്ങളായ 5 സുൽത്താൻ വംശങ്ങൾ ഈ ഡൽഹി കേന്ദ്രമായിട്ട് ഉത്തരേന്ത്യ ഭരിച്ചു 320 കൊല്ലക്കാലം. അവർ പരസ്പരം യുദ്ധം ചെയ്യുകയായിരുന്നു. എന്തിന്? അധികാരത്തിന് വേണ്ടി. മംലൂക്കുകാരെ തോൽപ്പിച്ചിട്ടാണ് ഖിൽജികൾ വരുന്നത്. ഖിൽജികളെ തോൽപ്പിച്ചിട്ടാണ് തുഗ്ലക്കുകൾ വരുന്നത്. തുഗ്ലക്കുകളെ തോൽപ്പിച്ചിട്ടാണ് സയ്യിദുകൾ വരുന്നത്. സയ്യിദുകളെ തോൽപ്പിച്ചിട്ടാണ് ലോഡി വംശക്കാർ വരുന്നത്. അങ്ങനെ ലോഡി വംശത്തിൽപ്പെട്ട ഇബ്രാഹിം ലോഡി എന്ന മുസ്ലിം സുൽത്താൻ ഡൽഹിയിൽ അധികാരത്തിലിരിക്കുന്ന കാലത്താണ് ബാബർ എന്ന ഒരു ആക്രമണകാരി അഫ്ഗാനിസ്ഥാൻ ആ മേഖലയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. ബാബർ മുസ്ലിമാണ്. ഡൽഹി ഭരിക്കുന്ന ഇബ്രാഹിം ലോഡി മുസ്ലിമാണ്. ബാബർ ഇവിടെ വന്നിട്ട് ആരോടാണ് യുദ്ധം ചെയ്തത്? ബാബർ ഇവിടെ വന്നിട്ട് യുദ്ധം ചെയ്തത് ഏതെങ്കിലും ഹിന്ദു രാജാവിനോടല്ല. ഇബ്രാഹിം ലോഡി എന്ന മുസ്ലിം സുൽത്താനെ യുദ്ധത്തിൽ 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോഡി എന്ന മുസ്ലിം സുൽത്താനെ തോൽപ്പിച്ചാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന് അസ്ഥിവാരമിട്ടത്. ഇതെന്താ സൂചിപ്പിക്കുന്നത്? മുസ്ലിങ്ങളെന്ന നിലയ്ക്ക് ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എല്ലാവർക്കും വേണ്ട എന്താണ്? അധികാരമാണ്. അധികാരം വേണം, സമ്പത്ത് വേണം, അത് മാത്രമേ ഉള്ളൂ. അധികാരത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ഹിന്ദുക്കളും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? ഇപ്പോൾ പ്രാചീന ഇന്ത്യയിൽ നമ്മുടെ RSSൻ്റെ ചരിത്രന്മാരൊക്കെ പറയും പ്രാചീന ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സുവർണ കാലഘട്ടമായിരുന്നു എന്നാണ്. ഈ സുവർണ കാലഘട്ടത്തിൽ ഇവിടെ മുസ്ലിങ്ങൾ വരാത്ത കാലത്ത്, ക്രിസ്ത്യാനികൾ വരാത്ത കാലത്ത്, ക്രിസ്തുവിന് മുമ്പുള്ള കാലത്ത് രാജ്യം ഭരിച്ചയാളാണ് അശോക ചക്രവർത്തി. മഹാനായ അശോക ചക്രവർത്തി. മഹാനായ അശോക ചക്രവർത്തി എന്ന ഹിന്ദു രാജാവ് കലിംഗയിലെ ഹിന്ദു രാജാവുമായിട്ട് യുദ്ധം ചെയ്തു. കലിംഗയിലെ ഹിന്ദു രാജാവുമായിട്ട് അശോകൻ്റെ പിതാവിൻ്റെ പിതാവുമൊക്കെ കലിംഗയിലെ ആ വംശത്തിൽപ്പെട്ട ഹിന്ദു രാജാക്കന്മാരുമായി യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്നും നമ്മൾ കാണുന്നില്ല. മതപരമായ ഐക്യമില്ല. എല്ലാവർക്കും വേണ്ടി രാഷ്ട്രീയ അധികാരമാണ്. അതുതന്നെയാണ് മുസ്ലിങ്ങളുടെ കാര്യത്തിലുമുള്ളത് എന്ന കാര്യമൊക്കെ നെഹ്റുവിനെപ്പോലുള്ള ആൾക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചരിത്രത്തിൻ്റെ വക്രീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാര്യം കൂടി ഓർക്കണം. നെഹ്റുവിൻ മൂല്യങ്ങൾ തിരിച്ചു പിടിക്കണം. ഇന്ത്യക്ക് ഇന്നാവശ്യം ഒരു ജവഹർലാൽ നെഹ്റുവിനെയാണ്. ഇന്ത്യക്ക് ഒരു ജവഹർലാൽ നെഹ്റുവിന് ആവശ്യമുള്ള കാലത്താണ് 2024 നാം ജീവിക്കുന്നത്. അങ്ങനെ ഒരു നെഹ്റു ഉണ്ടായിത്തീരേണ്ടിയിരിക്കുന്നു. ഏത് പാർട്ടിയിൽ നിന്നായാലും, കോൺഗ്രസിൽ നിന്നായാലും മറ്റേത് സെക്യുലർ പാർട്ടിയിൽ നിന്നായാലും ഇന്ത്യ ആവശ്യപ്പെടുന്നത് ഒരു നെഹ്റുവിനെയാണ്. നന്ദി, നമസ്കാരം.